ഹലോ ഗേസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ പുതിയ വീഡിയോ ബ്രസീലിന്റെ 2002 എപ്പിക് ബാക്ക് തുറക്കാൻ പോകണം. അപ്പോൾ അതിനകത്ത് റൊണാൾഡീനോ, ഗൗച്ചോ ഉണ്ട്, റോബർട്ടോ കാർലോസ് ഉണ്ട്, കഫു ഉണ്ട്. ഇപ്പോൾ ഇവൻ്റെ ഏകദേശം ഒരു 3107 കോയിൻ ഉണ്ട്. നമുക്കൊരു മൊത്തം കറക്കണം. 3000 റോബർട്ടോ കാർലോസ് ആണ് വേണ്ടത്. റൊണാൾഡീനോ ഗൗച്ചോ ടാർഗറ്റില്ല. ഞാനിപ്പോ എന്റെ കൂട്ടുകാരനാണ് അഭിരാമ്. അപ്പൊ ഇവന്റെ ഇപ്പൊ നിലവില് കുറച്ച് ഫ്രീ രണ്ടർ കിടക്കുന്നുണ്ട്. മറ്റേ ഡ്രോപ്പയുടെയും ടോണി ആഡംസും ഒക്കെ ഉള്ള ഡെയിലി ഗെയിം ബോക്സിന്റെ പാക്ക് ഉണ്ട്. അപ്പൊ രണ്ടെണ്ണം ഒന്ന് തുറന്നു നോക്കാന്ന് ഓർത്തുണ്ട്. ഇവനാണ് കറക്കണത്. നമ്മളെ കൂട്ടുകാരനെ എന്താണ് കറക്കണം എന്ന് പറഞ്ഞപ്പോ ഒരു വീഡിയോ ചെയ്യാന്ന് പറഞ്ഞപ്പോ അങ്ങനെ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പൊ നമുക്കൊന്നാലും നോക്കാം. ഡ്രോപ്പയുടെ മറ്റേന്ന് കറക്കി ഡ്രോപ്പിനെ കിട്ടിയുണ്ടോ? ഞങ്ങൾക്ക് ആഴ്ച ഡ്രോപ്പിനെ കിട്ടിയതാ. ബേസ് അനിമേഷൻ ആണ്. പ്രതീക്ഷ വലിയ കാര്യമായിട്ട് വെക്കണ്ട. ആ സാധനം ഒരിക്കലും കിട്ടാറില്ല. ഇത് റിലീസ് ചെയ്താണ്. മറ്റേ ഇങ്ങനൊരു 100 കോയിൻ കറക്കിയിട്ട് നമുക്കൊന്ന് പതുക്കെ മറ്റേ ബാക്ക് ഒന്ന് തുറന്നു നോക്കാം. എന്തായാലും ഫസ്റ്റ് ട്രൈ ആണ്. 100 കോയിന് ട്രിക്ക് ഉണ്ടാ. മറ്റേ ഞാന് ഇതൊക്കെ ഇട്ടിട്ടാണ് കറക്കാറ്. മറ്റേ ഈ പ്ലേസ് ഒക്കെ ഇല്ലേ, അതിന്റെ കറക്കാം. ഞാൻ നോക്കലുണ്ടാവും. 900 കറക്കുക ഫസ്റ്റ്. ചിലപ്പോ ലക്ക് ഉണ്ടെങ്കിലാ 100 കോയിന് കിട്ടാൻ. 100 കോയിന് കിട്ടിയ പിന്നെ കറക്കാൻ നിൽക്കണ്ടാ. ലക്കില്ല. മഞ്ഞുണ്ടോ? മഞ്ഞുണ്ടെന്നാണ്. ഇല്ല. ബേസ് അനിമേഷൻ ആണ്. ഹോട്ട്സ്റ്റാർ പ്ലെയറിന് കിട്ടിയുണ്ട്. ഞങ്ങൾക്ക് മറ്റേ ഈ ഇതൊന്ന് കറക്കി വെക്കാം. മറ്റേ നമ്മളെ ഡെയിലി ഗെയിം ബോക്സ് ഒന്ന് തുടങ്ങി. ഇപ്പൊ 100 കോയിന്റെ എന്തായാലും ലക്കില്ല. ഇപ്പൊ നമുക്ക് ഫ്രീ ഒന്ന് കറക്കി വെക്കാം. എന്തായാലും എത്തിക്കടിക്കാൻ സാധ്യതയുണ്ട്. കാര്യം ഒരുവിധം 5 സ്റ്റാറൊക്കെ കിട്ടിയുണ്ട്. വെപ്പിക്കാണ് പച്ചത്തിയുണ്ടെങ്കിൽ വെപ്പിക്കല്ല. മസാലയാണ് കിട്ടിയ. എന്റെ പ്രാവശ്യം പച്ച അടിച്ചിട്ട് എപ്പിക്ക് അടിച്ചായിരുന്നു പ്രാവശ്യം. ഞാന് റൊണാൾഡീനോ ഗൗച്ചോടെ ബാക്കിലുള്ള ഇവരൊരു ടീമിന്റെ ഒപ്പം കളിച്ചൊക്കെ നോക്കിയായിരുന്നു. നല്ല അടിപൊളി കളിയൊക്കെയാണ് ഗൗച്ചോ കളിക്കുന്നതൊക്കെ. ഗെയിം ഓഫ് ഒക്കെ നേരെ ടച്ചൊക്കെ ചെയ്തൊന്ന് തുറന്നു നോക്കി. എന്തായാലും റൊണാൾഡീനോ അതിനൊക്കെ ഒന്ന് 3 പ്രാവശ്യം ടച്ചൊക്കെ ചെയ്ത് 4 പ്രാവശ്യം ക്യാൻസൽ. എല്ലാവരും ഒന്ന് ടച്ച് ചെയ്തേക്കും ഫസ്റ്റ് തുറന്നു. 3000 കോയിൻ പുണ്ടാവം സേവ് ഇട്ട് വെച്ചേക്കുന്നതാണ്. കൊണാമി മുമ്പിക്കൂലെന്ന് എനിക്ക് തോന്നണേ. കാര്യം 900 അടുത്ത 900 എന്തായാലും കിട്ടി. 900 കിട്ടേണ്ടതാണ്. 2 പ്രാവശ്യം ക്യാൻസൽ ചെയ്ത് തുറന്നു നോക്കി. ബേസ് അനിമേഷൻ ആണ്. വീണ്ടും മുഞ്ചിച്ചേക്കാണ്. എല്ലാം 4 സ്റ്റാറാ. ഒരു മര്യാദ. അപ്പൊ തുടക്കത്തെ 1000 കോയിനാണ് പോയി. ഇനി 900 ഞാൻ ജസ്റ്റ് ഒന്ന് തൊട്ട് കറക്കി വെക്കാം. കിട്ടുമോ നോക്കാം. എന്തായാലും റൊണാൾഡീനോ 2 പ്രാവശ്യം തൊട്ട് ഒന്ന് നോക്കാം. എനിക്ക് കഫൂനെല്ലാം വേണ്ടേ. നമുക്ക് ഈ ക്രോസിന് മറ്റേ LMF RMF കളിപ്പിക്കാൻ അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ പാക്ക് എടുക്കാറുണ്ട്. അല്ലെങ്കിൽ ലെഫ്റ്റ് പാക്ക് റൈറ്റ് പാക്ക് ആയിരുന്നു വന്നിരുന്നെങ്കിൽ ഞാൻ എന്തായാലും എടുത്തേനെ. പിന്നെ റൊണാൾഡീനോ ഗൗച്ചോ ഒരു രക്ഷയില്ലാത്ത കാർഡാണ്. ടച്ച് ചെയ്ത് നോക്കാം. 903 ഒന്ന് കറക്കി നോക്കാം. നേരെ കറക്കാണ്. ബേസാണ് വീണ്ടും. സിംഗിൾ ഇട്ട് ഇറക്കാണല്ലോ. ഇപ്പൊ എത്ര കോയിനുണ്ട് ഇനി ബാക്കി? 1207.
അപ്പൊ ഒരു 900 ബാക്കി 300 പോയി ബാക്കിയുണ്ട്. അങ്ങനെ 3 സ്പിന്നും പൈപ്പോട്ടടിക്കലല്ല അപ്പൊ നോക്കാം. 3000 കോയിനൊക്കെ എത്ര നാളിട്ട് കളിച്ചിട്ടായിരിക്കും സേവ് ഇട്ട് വയ്ക്കണേ. ഇത്ര എന്തോരം പിള്ളേരായിരിക്കും കളിക്കണം. ആ മിറ്റിന് മാത്രം ഊമ്പിക്കണ. നമ്മളെ ഊമ്പിച്ചല്ല, ഊമ്പിക്കുമെന്ന് നമുക്ക് നോക്കാം. എന്തായാലും ഇവിടെ ഡീറ്റെയിൽസ് കിട്ടുമെന്ന് വെറുതെ ചുമ്മാ നോക്കാം. എന്നെങ്കിൽ വേറൊരു ഐഡിയ ഉണ്ട്. എൻ്റെ ഒരു ഇതുണ്ട് സ്റ്റാൻഡേർഡ്. ഇതിനകത്ത് നമുക്കൊരു സ്റ്റാൻഡേർഡ് പ്ലെയറിനെ അതായത് ട്രിക്കാണ്. എന്തായാലും കറക്കാണല്ലോ കിട്ടിയാലോ. എന്തായാലും നമുക്ക് ഞാൻ എടുക്കണ ഇതാണ് ഈ പ്ലേസിന്റെ തോമസ് പറി എന്ന് പറഞ്ഞിട്ടുണ്ട്. അവനെ വെച്ചിട്ട് ഒരുപാട് പേര് കറക്കണുണ്ട്. എനിക്ക് ഒരാഴ്ച അങ്ങനെ അടിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ നോക്കണതാണ് ഇതിനകത്ത് വർക്കൗട്ട് ആവാൻ തരാൻ വേണ്ടി. ട്രിക്ക് മാത്രമാണ് വർക്കാവാൻ നോക്കാം. തോമസ് പറി ഇല്ലേ? അയ്യോ തോമസ് പറി ഇല്ലേ? തോമസ് പറി അവിടെ 0 GP ഇതാണ് പരിപാടി. നാഷണൽ സൗത്ത് അമേരിക്കയിലാണ് കിടക്കുന്നത്. മേശ്വരാന്ന് പറഞ്ഞ രാജ്യത്താണ് കിടക്കുന്നത്. ആ തോമസ് പറീനെ സൈൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ നോക്കാം എന്തായാലും തോമസ് പറീനെ കിട്ടിയിട്ടുണ്ട്. ഇവന്റെ അത്യാവശ്യം കുറച്ച് നല്ല പ്ലേയേഴ്സ് ഒക്കെ ഉള്ള അക്കൗണ്ടാണ്. ഞാൻ അക്കൗണ്ട് കാണിച്ചെന്നില്ല. അക്കൗണ്ട് ഞാൻ കാണിച്ചില്ല. ഇതിനകത്ത് റൊണാൾഡോ ഉണ്ട്, 102 റൊണാൾഡോ ഉണ്ട്, റൂമിനിക ഉണ്ട്, ക്രിസ്ത്യാനോ മെസ്സി ഉണ്ട്. ഇതിന് പേരെന്താ വേരാന്നല്ല മക്ലാരെ. പിന്നെ കഴിഞ്ഞ ദിവസം ഇവനക്ക് 200 കോയിന് ഇവനെ കിട്ടിയായിരുന്നു, നെസ്റ്റേനെ കിട്ടിയായിരുന്നു. തുറാമിന് എത്ര കോയിൻ എടുത്താൻ? 2000 കോയിൻ എടുത്ത. പിന്നെ ഇവന് പതുക്കെ ആവശ്യമുള്ള പാക്ക് മാത്രം കറക്കി എടുക്കുള്ളൂ കറക്റ്റായിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ പ്ലേസിനും ഇപ്പൊ തുറാമിന് പാക്ക് ഇപ്പൊ രണ്ടാളെ കിട്ടിയായിരുന്നു. ഒരെണ്ണം സാവിൽസു, പിന്നെ തുറാമിനെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതില് ഇവനുണ്ട് ഈ 103 എത്ര കോയിൻ കിട്ടിയതായി സി ബി. ഇവന് അത്യാവശ്യം എപ്പിക്ക് അടിക്കാൻ, ഇവന്റെ അത്യാവശ്യം എപ്പിക്കും കാര്യങ്ങളൊക്കെ ഉള്ള അക്കൗണ്ടാണ്. അതാണ് പിന്നെ ഇവന് റൈറ്റ് മിഡ്ഫീൽഡറും അതുപോലെ തന്നെ ലെഫ്റ്റ് മിഡ്ഫീൽഡറും കളിപ്പിക്കാൻ വേണ്ടി ഇവൻ കപ്പൂനെ ഇതൊക്കെ എടുക്കാൻ. അത്യാവശ്യം കുറെ പ്ലേയേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ എപ്പിക്കൊക്കെ. അത് കിട്ടുമോ നോക്കാം നമുക്ക്. എന്തായാലും തോമസ് പറീനെ സൈൻ ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് ടി വിയിൽ ഇട്ടിട്ടൊന്ന് നോക്കാം. ഇങ്ങനെ ഞാൻ ചെയ്യാറ് പോവാൻ. ഇവിടെ തൽക്കാലം ഇട്ടിട്ട് നമുക്ക് റിലീസ് ചെയ്യാം. അത് വീഡിയോയുടെ ലെങ്ത് കുടിക്കും. അതാണ് ആദ്യം തന്നെ ജസ്റ്റ് നമ്മൾ ചെയ്യുമ്പോ തന്നെ ഇവനൊന്ന് റിലീസ് ചെയ്യാം. എന്തായാലും കണ്ടിട്ടെങ്കിലും തരുമായിരിക്കും. റിലീസ് ആയിക്കണ്ട് ജസ്റ്റ് നോക്കാൻ ചെയ്തിട്ട് നമ്മൾ പോയിന്നത് കറക്കി വെക്കാം. കിട്ടൂടാ റോബോട്ട് കാർലോസിനായിരുന്നു കിട്ടി. റോട്ടോയിട്ടൊക്കെ ചെയ്തിട്ട് കറക്കി വെക്കുന്നതാണ്. നീ അറിയും എന്തായാലും ഇത്രയും വലിപ്പിക്കണ്ട് പതുക്കെ. കിട്ടുമെന്ന് കിട്ടണം. ഒരു പ്ലേ ഇത്രയും കറക്കുക 150 പ്ലേസിന് 127 പ്ലേസിന് കറക്കി. ഇപ്പൊ എന്തായാലും ഒരു എപ്പിക്കെങ്കിലും തരണ്ടാണ്. എന്തായാലും കിട്ടും. 5 സ്റ്റാർ ഇഷ്ടം കിട്ടിയല്ലോ. അപ്പൊ എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ നേരെ ഇനിയുള്ളത് എപ്പിക്കും ഒരു 5 സ്റ്റാർ കൂടി ഒരുമിച്ച് അടിക്കട്ടെ എന്ന് ഞാൻ ആലോചിക്കാം. കളർ ഉണ്ടെന്നാണ്. മഞ്ഞ തീർച്ചയല്ല വരുള്ളൂ. വരാണെങ്കിൽ 5 സ്റ്റാർ കുഞ്ഞും അമ്മാതിരി അനിമേഷനൊക്കെ തന്ന സ്റ്റാർ പ്ലെയറൊക്കെ തന്നെ 900 കറക്കണം നേരെ. ഒരു 3 പ്രാവശ്യം ടച്ച് ചെയ്യും എന്തായാലും.
എന്തായാലും കിട്ടുമോ നോക്കല്ല. എല്ലാ ട്രിക്കാന്ന് പറയുന്നില്ല. എല്ലാവരും ഒന്ന് 3 പ്രാവശ്യം എന്തൊക്കെ വന്നാലും നിങ്ങൾ കറക്കിയിട്ട് ആർക്കെങ്കിലൊക്കെ 100 കോയിന് 200 കോയിനൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് താഴെ കമന്റ് ചെയ്യാം. നിങ്ങൾക്ക് എത്ര കോയിന് കാര്യങ്ങളൊക്കെ കിട്ടിയേക്കണെന്നുള്ളത് നിങ്ങൾ അത് കമന്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാമല്ലോ എത്ര പേർക്ക് അങ്ങനെ കിട്ടിയേക്കുന്നത്. കുറേ പേർക്കൊക്കെ 100 കോയിന് കഫൂന് മറ്റേ ഇവനെയൊക്കെ കിട്ടിയിട്ടുണ്ട്. കഫൂനെയും കൗച്ചോനെയൊക്കെ കിട്ടിയിട്ടുണ്ട് ഇവിടെ അടുത്ത് തന്നെ 2-3 കൂട്ടുകാരന്മാർക്കൊക്കെ. എന്തായാലും നോക്കാം നമുക്ക്. എന്തായാലും 900 സ്പിൻ എടുക്കാണ്. ലാസ്റ്റ് 900 ആണ്. കിട്ടട്ടെ. മന്ത്രിക്കണം. അടിച്ചേക്കാണ്. അത് കലക്കി നല്ല അനിമേഷനാണ് അടിച്ചേക്കണേ. എപ്പിക്ക് എനിക്ക് ഉറപ്പാണ് മന്ത്രം പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെ വന്നാലും ആരളം ഗൗച്ചോനാണ് കിട്ടിയേക്കണേ. നാടിനെ ഗൗച്ചോനെ തന്നെ തന്നു. പക്ഷെ ഇവനിക്ക് ഇവനെ വേണ്ടാന്ന് പറഞ്ഞ. പക്ഷെ നമുക്ക് റോബർട്ടോ കാർലോസിനെ തന്നെ എന്തായാലും കിട്ടുന്ന പ്ലെയറാണ്. ഞാൻ ഇന്നലെ ഇതിന്റെ ഫുൾ പാക്കിൽ എടുത്ത വന്ന് കളിച്ചായിരുന്നല്ലോ. അപ്പം അതിന്റെ വീഡിയോ അടുത്ത ദിവസം തന്നെ വണ്ടി നല്ല കളിയായിരുന്നു. ഒപ്പോണന്റ് നല്ല കളിയായിരുന്നു കളിച്ചത്. നാടിനെ ഗൗച്ചോ രക്ഷയില്ലാത്ത കാർഡാണെന്ന് പറയണ്ട്. ഞാനാ പറഞ്ഞ ഒരു എപ്പിക്ക് 5 സ്റ്റാർ ഒരുമിച്ച് അടിക്കുന്നു. എന്തോ പൈസന് കിട്ടിയതാണ്. ഇനിയിപ്പോ 100 കോയിൻ കൂടി ബാക്കിയുണ്ട്. കിട്ടുമോ? കറക്കണ്ട. അത് കറക്കണം. എന്നാ അത് കറക്ക്. ഇവന് നേരെ മറ്റേ നമ്മുടെ ഇസാക്കിന്റെയും അതുപോലെ തന്നെ ഡിബ്രൂവിന്റെ പാക്ക് ഒരു 5 കറക്കി വെച്ചിട്ടുണ്ട്. കിട്ടുമെന്ന് തോന്നുന്നു. ഇവിടെ നമ്മുടെ കാക്കൊക്കെ 100 കോയിനൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും 100 കോയിൻ കിട്ടുമോ നോക്കാം. എന്തായാലും ടച്ച് ചെയ്തൊന്ന് തുറക്കാം. ഇന്ന് മന്ത്രവും ഇത് പരിപാടിയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ബാഗ് ചെയ്തൊന്ന് തുറന്നു നോക്കാം. പണി പാളി. മന്ത്രമൊന്നും ഏറ്റില്ല. റീസ്റ്റാർ പ്ലെയറിന് തന്നെ. അപ്പൊ റൊണാൾഡീനോ കൗച്ചോനെ നമുക്ക് കിട്ടിയേക്കാണ്. എന്തായാലും മോശമല്ല. 3000 കോയിന് നമുക്ക് തന്ന്. ഇപ്പൊ ഒന്നും തന്നില്ല മൂഞ്ചിച്ചില്ലാന്ന് പറഞ്ഞിട്ടില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും തന്നില്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി. ടീമിൽ ഇട്ടാ എത്ര ഇത് കിട്ടണ്ടേ. എന്തായാലും നമ്മൾ അവിടെ MF കളഞ്ഞ അവിടെ തന്നെ നമുക്ക് പ്ലെയറിനെ തന്നേക്കാണ്. എന്തായാലും ട്രിക്കാണോ അല്ലെങ്കിൽ ഡക്കാണോ എന്താന്ന് അറിയാൻ പാടില്ല. എന്തായാലും നോക്കാം നമുക്ക്. എന്തായാലും എത്ര പോകണ്ടേ. നിങ്ങൾക്ക് ആരെ കിട്ടിയെന്നുള്ളത് താഴെ കമന്റ് ചെയ്യാം. അതുപോലെ തന്നെ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാം. എത്ര പോയി 104 പോകുന്നു പറയാനുണ്ടാവും. എന്റെ തന്നെ വരില്ല ഈ സാധനമൊക്കെ. 104 തന്നെ ഓട്ടോമാറ്റിക് വരും. 104 ആവും. ബൂസ്റ്റർ കൊടുക്കാൻ ഉണ്ടോ? ായിട്ട് കൊടുത്തു നോക്കാം. കുഴപ്പമില്ല. അത്യാവശ്യം ഇപ്പൊ 105 ഉണ്ടാവില്ല പുള്ളി. 104 വരെ പോടുന്നുള്ള മാനേജർ. അപ്പൊ നമുക്ക് മൂഞ്ചിച്ചൊന്നുമില്ല. 3000 കോയിന് എന്തായാലും നിനക്ക് വലിയ വിഷമൊന്നുമില്ല. എന്തായാലും 3000 കോയിനൊക്കെ എനിക്ക് എന്നെക്കിട്ട് ഒരു പാക്കിലൊക്കെ ഇട്ട് പഠിപ്പിച്ചേക്കണം. കാരണം നേരത്തെ ഒരു ഫസ്റ്റ് പാക്കിലെ മറ്റേ നമ്മുടെ ഇട്ടോടെ ബാഗിലൊക്കെ തന്നെ നല്ല പഠിപ്പിച്ചേക്കണ. അത് വെച്ച് നോക്കുമ്പോ ഇത് 3000 കോയിൻ നമ്മൾ കിട്ടുമെന്ന് വിചാരിച്ചാൽ കിട്ടി. ഏകദേശം 3ാമത്തെ സ്പിന്നിൽ തന്നെ കിട്ടി. കുഴപ്പമില്ല. അത്യാവശ്യം AMF കാര്യങ്ങളൊക്കെ പക്കയായിട്ട് നിൽക്കുന്ന ആളുമാണ്. പ്രശ്നമല്ല. ഇനിയിപ്പൊ നീ കറക്കണല്ല. എന്തായാലും ഇപ്പൊ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം. അവന് വേറെ കോയിനൊന്നും എടുത്ത് കറക്കുന്നില്ല എന്നാണ് പറയണത്. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.